ഫ്രീദ മക്ഫാഡന്റെ ദ ഹൗസ് മെയ്ഡ് ആൻഡ് സീരീസിലുള്ള 3 ബുക്കുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ദ ഹൗസ് മെയ്ഡ് എന്ന് പറയുന്ന ആ ബുക്ക് അതൊരു ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ആയതുകൊണ്ടും എനിക്ക് ഈ ബുക്ക് സജസ്റ്റ് ചെയ്ത ആൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടും സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ട്വിസ്റ്റ് വരുന്ന ആ ഒരു കൈൻഡ് ഓഫ് ആ ജോണറിൽ വരുന്ന കഥകളെല്ലാം ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ബുക്ക് വായിച്ചത്. ബുക്ക് വായിച്ചപ്പോൾ ഇതിൻ്റെ വേൾഡ് ബിൽഡിങ് ഗംഭീരമാണ്. ആൻഡ് എനിക്ക് സജസ്റ്റ് ചെയ്ത ആൾ പറഞ്ഞത് കറക്റ്റാണ്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗംഭീര ട്വിസ്റ്റും കാര്യങ്ങളെല്ലാം ദ ഹൗസ് മെയ്ഡിൽ വരുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തതാണ്. അപ്പോൾ ഈ ബുക്സിൻ്റെ ഗംഭീര വിജയത്തിന് ശേഷം 2 ബുക്കുകളും കൂടി ഫ്രീദ മക്ഫാഡൻ എഴുതുകയുണ്ടായി. അതിൽ ആദ്യത്തെ ആ ഒരു സെയിം ഫോർമുല, ഓൾമോസ്റ്റ് സെയിം അതേ രീതിയിലുള്ള കഥയും കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ ബുക്കിൽ ആവർത്തിക്കുന്നത്. മൂന്നാമത്തെ ബുക്ക് വായിച്ചവരോട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അതായാലും ഫ്രീദയുടെ കയ്യിലുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ തീർന്നു. ഇനി അങ്ങോട്ടേക്ക് അതൊരു സാച്ചുറേറ്റഡ് പോയിന്റ് ആയി ദ ഹൗസ് മെയ്ഡ് എന്നുള്ളത്. പക്ഷേ ഇത് സിനിമയാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, ഈ ബുക്ക് വേഴ്സസ് ഫിലിം എന്നുള്ളത്. കാരണം ഏതൊക്കെ സിനിമ ബുക്കിനെ ബേസ് ചെയ്ത് എടുത്തിട്ടുണ്ടോ അതൊന്നും ബുക്ക് റീഡേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഒരു എക്സ്റ്റെൻഡ് വരെയൊക്കെ എത്തിയിരിക്കുന്നത് ഹാരി പോട്ടർ ആ ഒരു സീരീസ് ആയിരിക്കുള്ളൂ. അതല്ലാതെ ബാക്കിയൊന്നും ബുക്സ് സിനിമയാക്കിയതും ഒന്നിനും ഈ ബുക്ക് ലവേഴ്സിൻ്റെ ഇടയിൽ നിന്ന് നല്ല നല്ല പ്രതികരണം ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് ഇവിടെ ലേറ്റ് ആയിട്ടാണ് റിലീസ് ആയത്. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്തായിരിക്കും നമ്മൾ ഈ ഹൗസ് മെയ്ഡ് എന്നുള്ള ഈ സിനിമയിൽ. കാരണം സിഡ്നി സീനിയുണ്ട്, അമാൻഡ ഉണ്ട്. അപ്പോൾ 2 ജനറേഷനിലുള്ള നല്ല ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്ന ക്യൂരിയോസിറ്റി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2026 മൂന്നാമത്തെ തിയേറ്റർ വാച്ചായിട്ട് ദ ഹൗസ് മെയ്ഡ് എന്നുള്ള സിനിമ ഞാൻ കണ്ടത്. ആൻഡ് ഓഫ് കോഴ്സ് കഥ ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി സ്ക്രീനിൽ നടക്കാമെന്ന് തുടങ്ങി ഇതിനകത്ത് ആ ട്വിസ്റ്റ് അല്ലെങ്കിൽ സസ്പെൻസ് എലമെൻറ്റുകളെല്ലാം നമുക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് പുതുമയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിലെ പെർഫോമൻസ്, അമാൻഡയുടെ ഗംഭീര പെർഫോമൻസ് ആണ്. അതായത് ആ ക്യാരക്ടർ നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഒരു വേറെ ടൈപ്പ് ഒരു വേൾഡ് ബിൽഡിംഗ് ആണ് ആ ക്യാരക്ടറിലൂടെ ഉണ്ടാവുന്നത്. പക്ഷേ ഇത് സിനിമാറ്റിക് ആ ഒരു അഡാപ്റ്റേഷൻ മാറ്റിയപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ക്യാരക്ടേഴ്സ്, അതായത് ആക്ടേഴ്സ് എത്ര ഗംഭീരമായിട്ട് അഭിനയിച്ച് പോലും നമുക്ക് ഒരു പരിധി കഴിയുമ്പോൾ അത് സിനിമയായിട്ട് കാണുമ്പോൾ അതിൻ്റെ സസ്പെൻസോ, ഇപ്പോൾ ജസ്റ്റ് ഇമാജിൻ, ഞാൻ ഈ ബുക്കൊന്നും വായിച്ചിട്ടില്ല, ഞാൻ അല്ലാതെ ഈ സിനിമ കാണുകയാണ്, എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അതല്ലാതെ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഇതിലത്തെ മെയിനായിട്ട് 3 ക്യാരക്ടേഴ്സാണുള്ളത്. ഗംഭീരമായിട്ട് 3 പേരും പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആക്ടേഴ്സിൻ്റെ ചില സമയത്തുള്ള അത് സിനിമാറ്റിക് ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് ബുക്ക് വായിക്കുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. നമ്മളുടെ ആ സസ്പെൻസ്, ആ ട്വിസ്റ്റ്, ഇത് പ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നും. ഇതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. ബുക്ക് അഡാപ്റ്റേഷനിൽ നിന്ന് സിനിമ ആക്കിയപ്പോഴുള്ള ഒരു വലിയ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്, ബുക്ക് വായിക്കാത്തവർക്ക് പോലും ഈസിലി പ്രഡിക്റ്റബിൾ ആയിട്ടായിരിക്കും ഇതിൻ്റെ ആ ഒരു സസ്പെൻസ് എലമെൻറ്റുകളെല്ലാം വരുന്നത്. അത് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് നല്ലതാണ്, പക്ഷേ കാൺ ഹെൽപ്പ് എന്താണ് ഇതിന് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. പുള്ളി ബുക്ക് വായിച്ചിട്ടുള്ള അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പക്ഷേ കറക്റ്റായിട്ട് എന്തൊക്കെയാണോ നടക്കുന്നത് ഇതെല്ലാം കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്തു. ഇൻട്രോയിൽ കൊടുക്കുമല്ലോ, ഇൻട്രോയിൽ കൊടുക്കുമ്പോൾ ഇത് അങ്ങനെ ആയിരിക്കുമല്ലേ എന്നൊക്കെ പറയുമ്പോൾ, കാരണം ഇതിൻ്റെ ഓൾമോസ്റ്റ് ഒരു മണിക്കൂറോളം അവർ ഭയങ്കര ടൈറ്റായിട്ട് അമാൻഡയുടെ ഗംഭീര പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു ട്വിസ്റ്റ് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ മാക്സിമം ഒക്കെ ഒരു ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ സിനിമാറ്റിക് ലാംഗ്വേജിൻ്റെ ഇഷ്യൂസോ എന്തോ കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്കത് ഈസിലി പ്രഡിക്റ്റബിളായി പോകുന്നു. അതാണ് ഈ സിനിമയുടെ പ്രശ്നം. ആൻഡ് പെർഫോമൻസ്, അമാൻഡ ഗംഭീര പെർഫോമൻസ് ആണ്. ആ ക്യാരക്ടർ, ഈ സിനിമയുടെ കോ പ്രൊഡ്യൂസറും കൂടിയാണ് അമാൻഡ. അപ്പോൾ കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അത് ആദ്യത്തെ 1 മണിക്കൂർ നമ്മൾ എൻറ്റയർലി നമ്മൾ അമാൻഡയുടെ ആ ഒരു പെർഫോമൻസിൽ ഹുക്കായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് വന്നത് സിഡ്നിയുടെ പെർഫോമൻസ് ആണ്. സിഡ്നി ആക്ച്വലി നന്നായിട്ട് തന്നെ ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടറിൽ കൺവിൻസിങ് ആണ്. കാരണം ആദ്യം നമുക്കത് കാണുമ്പോൾ ആ ഒരു ഗ്രേ ഷെയ്ഡ് പോലെയൊക്കെ തോന്നും. കാരണം ഒരു മിസ്റ്ററി ഉണ്ടല്ലോ ഈ ക്യാരക്ടറിന്. അപ്പോൾ അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ പിടിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അമാൻഡയുടെ പെർഫോമൻസിൻ്റെ മുമ്പിൽ ഒന്നുമല്ലാതായി പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പടം കണ്ടിറങ്ങുമ്പോൾ അമാൻഡ ഗംഭീരമായിരുന്നു ഒന്നുമല്ലാതെ ഈ സിഡ്നി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു പെർഫോമൻസിനെ അതിൻ്റെ മുമ്പിൽ, അമാൻഡയുടെ പെർഫോമൻസിന് മുമ്പിൽ ചെറുതായി പോയ ഒരു ഫീലാണ്. പിന്നെ ബ്രാൻഡൻ സ്ലാനറിൻ്റെ പെർഫോമൻസ് ആദ്യത്തെ ഫസ്റ്റ് ആക്ട്, സെക്കൻഡ് ആക്ടിലൊക്കെ നന്നായിരുന്നു. പക്ഷേ ഫൈനൽ ആക്ടിലേക്ക് പോകുമ്പോൾ അതൊരു വേറെ മീറ്ററിലുള്ള പെർഫോമൻസാണ് പിന്നെ പുള്ളി ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഓവറായിട്ട് അത് ഫീൽ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ടേക്ക് ഒരു സ്ഥിരം ഒരു കാരിക്കേച്ചർ ആ ഒരു സംഭവത്തിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ അതുവരെ പുള്ളി ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഈ ബുക്ക് വേഴ്സസ് ഫിലിം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ബുക്ക് വായിക്കുമ്പോൾ ഈ കിട്ടുന്നതിനകത്തൊരു സൈക്കോളജിക്കൽ ഒരു ടോർച്ചർ കൈൻഡ് ഓഫ് സംഭവമുണ്ട്. അത് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് കിട്ടും. പിന്നെ അത് ഗ്യാസ് ലൈറ്റിങ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബുക്സിൽ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് വരുമ്പോൾ ഈ സീക്വൻസ് എല്ലാം ഇതിൻ്റെ സെക്കൻഡ് ആക്ടിൽ പതുക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ, അതായത് ഈ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണ് മറ്റുള്ള ക്യാരക്ടറിനോട് പെരുമാറുന്നത്. നമുക്ക് എല്ലാ ഡയമെൻഷനിലും കൊടുക്കാം. 3 മെയിൻ ക്യാരക്ടേഴ്സിനോട് ഒരു ക്യാരക്ടർ ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ഇതെല്ലാം ബുക്ക് വായിക്കുമ്പോൾ ഭയങ്കര എഫക്റ്റീവായിട്ടും നമുക്കൊരു ചെറിയ രീതിയിൽ ഹൊറർ ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ആ ഒരു സൈക്കോളജിക്കൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇവിടെ മിസ്സിങ് ആണ്.
അത് മിസ്സിംഗ് ആയി. പിന്നെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. പക്ഷേ ഈ ഒരു സംഭവം മിസ്സിംഗ് ആയതുകൊണ്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സെയിം ഇഷ്യൂ ഈ സിനിമാറ്റിക് ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ട് ഒരു നോർമൽ സിനിമ എന്നുള്ള രീതിയിലായിരിക്കാം ബാക്കിയുള്ള പ്രേക്ഷകർക്ക് തോന്നുന്നത്. പക്ഷേ ട്രസ്റ്റ് മീ, നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബുക്ക് മാത്രം വായിച്ചാൽ മതി. ബാക്കി ഫസ്റ്റ് ബുക്ക് എങ്ങനെയാണോ അതിൻ്റെ സെയിം സംഭവം തന്നെ രണ്ടാമത്തേലും വന്നിരിക്കുന്നത്. തേർഡിലേക്ക് ആയപ്പോഴേക്കും പുള്ളിക്കാരി സാച്ചുറേറ്റഡ് ആയി. ഇനിയിപ്പോൾ നാലാമത്തെ ഒരു ബുക്ക് ഇറക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഷോർട്ടായിട്ട് ഒരു ചെറിയൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ബുക്ക് വായിച്ചിരിക്കുക, രസമാണ്. അതിൻ്റെ ആ വേൾഡ് ബിൽഡിങ് നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ ലെവലെല്ലാം വേറെ രീതിയിൽ വരും. ആക്ച്വലി ഞാൻ ഈ സിനിമ കാണുന്നതിനേക്കാളും നിങ്ങൾ ഈ ബുക്ക് വായിക്കാനാണ് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അതിനുള്ള കാരണം ഇന്ത്യൻ സെൻസർ ബോർഡാണ്. കാരണം ഈ സിനിമ എ സർട്ടിഫിക്കറ്റ് ആണ്. എ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂഡിറ്റി ഉണ്ട്, സെക്സ് സീൻസ് ഉണ്ട്, പിന്നെ വയലൻസ്, ഓഫ് കോഴ്സ് നല്ല രീതിയിൽ വയലൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ എ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായ മാത്രം കാണുന്ന ഒരു സിനിമയായിട്ട് പോലും ഇതിനകത്ത് കത്രിക വെച്ചിട്ടുണ്ട്. അതിൽ വയലൻസ് സീക്വൻസിന് കത്രിക വെച്ചിട്ടില്ല. അതുകൊണ്ട് അത്യാവശ്യം എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നും. കാരണം വയലൻസ് അത്രയും കത്രിക വെക്കാത്തതുകൊണ്ട് ഡീസൻ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ന്യൂഡ് ആൻഡ് സെക്സ് സീൻസ് എല്ലാം കത്രിക വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ IMDb എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പാരൻസ് ഗൈഡ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയായിരിക്കാം ഈ സീക്വൻസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 5-6 സീനകത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പൻഹൈമർ അടക്കം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒപ്പൻഹൈമർ പിന്നെ ഒരു ഇന്ത്യയിലേക്ക് വേണ്ടി വേറൊരു വേർഷനാണ് ഇറക്കിയത്, മൊത്തത്തിൽ എല്ലാം മറച്ചുകൊണ്ട്. ഇതിൽ ക്ലീനായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ, ഈ കട്ട് ചെയ്തുള്ള സിനിമകൾ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കുറച്ച് കഴിയുമ്പോൾ, അതായത് ഇംഗ്ലീഷ് സിനിമകളാണ്, ഇപ്പോൾ ഫൈവ് നൈറ്റ്സ് അറ്റ് ഫ്രെഡീസ് കാണാൻ തീരുമാനിച്ച ഒരു ദിവസം മിസ്സായി പോയി. പിറ്റേ ദിവസം നോക്കിയപ്പോൾ അതിൻ്റെ ഡിജിറ്റൽ റിലീസായി. അതായത് നല്ല കിടിലം പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് എല്ലാ ഇംഗ്ലീഷ് സിനിമകളും പെട്ടെന്ന് തന്നെ നമുക്കത് അവൈലബിൾ ആയിരിക്കും, സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. OTTയുടെ കാര്യം, സബ്സ്ക്രിപ്ഷൻ ഉള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, അല്ലാത്തവർക്ക് എല്ലാ സിനിമയും എല്ലാ OTTയിലും ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ യൂണിവേഴ്സൽ OTT, ആ യൂണിവേഴ്സൽ OTT വഴി കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പടത്തിന്. അതുകൊണ്ട് തിയേറ്ററിൽ കാണാൻ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് പടം മൊത്തത്തിൽ കാണണ്ടേ. സോ മൊത്തത്തിൽ ബുക്ക് വേഴ്സസ് ഫിലിം എന്നുള്ള ഒരു മൈൻഡ് കോൺഫ്ലിക്റ്റ് അത് മാറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമാൻഡയുടെ, സിഡ്നിയുടെയൊക്കെ ഗംഭീര പെർഫോമൻസ് ഉള്ള, അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു മീഡിയോക്കോർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ദ ഹൗസ് മെയ്ഡ് എന്നുള്ള സിനിമ നൽകിയിരിക്കുന്നത്. ഈ സിനിമ നിങ്ങൾ ഒരുപാട് ചിന്തിക്കാതെ ഓക്കെ ലെറ്റ് ഇറ്റ് ബി എന്നുള്ളൊരു മൈൻഡിൽ കാണുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ട്വിസ്റ്റ്, സസ്പെൻസ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം എൻജോയബിൾ ആയിട്ട് ഫീൽ ചെയ്യും.